ഇന്ന് ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ഡെസേർട്ട് നമുക്ക് ചെയ്യാം. അത് സ്വീറ്റ് കോക്കനട്ട് ബോൾ അല്ലെങ്കിൽ കോക്കനട്ട് ലഡു എന്നും പറയാം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഇതിലേക്ക് ആദ്യം 1 സ്പൂണ് നെയ്യ് വേണം. അത് ഏത് ബ്രാൻഡിൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല. ഞാൻ RKGയുടെ നെയ്യാണ് ഉപയോഗിച്ചത്. ആ നെയ്യ് ഒന്ന് ഉരുക്കി വരുമ്പോഴേക്ക് നമ്മൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് എല്ലാ ഷോപ്പുകളിലും അവൈലബിൾ ആണ്. നാട്ടിലുള്ളവർക്കും ഇൻ കേസ് ഇത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ തിരുമ്മിയെടുത്ത തേങ്ങാപ്പീരെ ഉപയോഗിക്കാം. ഇതൊരു 175 ഗ്രാം ഉണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് ഒരു 30 സെക്കൻഡ് ഈ നെയ്യുമായിട്ട് ഒന്ന് ചൂടാക്കണം. ഈ നെയ്യിൽ കിടന്ന് ഇതൊന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി തീ ഓഫ് ചെയ്തു. ഇനി അടുപ്പിൽ നിന്നും ഇത് മാറ്റി വെച്ച് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ഇതിന് വേണ്ടിയ കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് ടേസ്റ്റിന് വേണ്ടി ഒരു 1/2 സ്പൂണ് ഏലക്കാപ്പൊടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനിയും ഇത് ചെറിയ ഓരോ ഉരുളകളായിട്ട് എടുത്ത് ഇതിനകത്തേക്ക് നമുക്കൊരു ഭംഗിക്ക് വേണ്ടി ഓരോ ബദാം ഉള്ളി വെക്കാം. ഇഷ്ടമുള്ള ഇത് വെക്കാം, പിസ്തായോ ബദാമോ കാഷ്യോ. എന്നിട്ട് വീണ്ടും അതൊന്ന് ഉരുട്ടിയിട്ട് നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഡെസിക്കേറ്റഡ് കോക്കനട്ടിലേക്ക് ഇതിലേക്ക് ഇട്ടൊന്ന് ഇത് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ എല്ലാം ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പം ഇത് വെച്ച് 20 കോക്കനട്ട് ലഡു ഉണ്ടാക്കി. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പം വീണ്ടും ഒരു വീഡിയോയുമായിട്ട് വേഗം കാണാം. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും കമൻറ്റും തരണം. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻ്റായി ഇട്ട് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പം താങ്ക് യു ഓൾ. ബൈ.